നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിനാൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിന് മെല്ലെപ്പോക്ക്. മതം മാറ്റാൻ നിർബന്ധിച്ചെന്ന് വ്യക്തമായിട്ടും അതിലേക്ക് അന്വേഷണമില്ല. പാനായിക്കുളത്ത് കൊണ്ടുപോയി മർദ്ദിച്ച് മുസ്ലിമാകാൻ ശ്രമിച്ചെന്ന മൊഴി ചൂണ്ടിക്കാട്ടി മതഭീകര സംഘടനകളുടെ ബന്ധത്തിലേക്ക് അന്വേഷണം ആവശ്യപ്പെടുന്നു BJP. ലവ് ജിഹാദ് എന്ന് സംശയിക്കുന്നതിനാൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം കുടുംബവും കത്തോലിക്ക സഭയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തുന്നതിനെപ്പറ്റി സഭകളുടെ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് കോതമംഗലത്തെ നിർബന്ധിത മതപരിവർത്തന നീക്കം. ദുരൂഹതകൾ ഏറെയുള്ളപ്പോഴും സംസ്ഥാനത്ത് ഇടതു വലതു മുന്നണികൾ മൗനത്തിൽ. നിർബന്ധിത മതപരിവർത്തനം തടയാൻ കേരളത്തിൽ നിയമമില്ലാതിരിക്കെ ഇതിന്റെ മറവിൽ ലവ് ജിഹാദ് ആരോപണങ്ങൾ ആവിയാവുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ BJP നേതാവ് ശ്രീ ഷോൺ ജോർജ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധിയായ ശ്രീ കെന്നഡി കരിമ്പുകാലായിൽ, കത്തോലിക്ക കോൺഗ്രസ് നേതാവ് ശ്രീ ജോസ് കുട്ടി ഒഴുകയിൽ എന്നിവരാണ് ചേരുന്നത്. ആത്മഹത്യ ചെയ്ത സോനയുടെ സഹോദരൻ ബേസിൽ എൽദോസ് ടെലിഫോൺ ലൈനിലും. ശ്രീ ജോസുകുട്ടി ഒഴികയിൽ എന്താണ് കത്തോലിക്ക സഭയ്ക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട്? നേരത്തെ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള ആരോപണം പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ് ക്രൈസ്തവ സഭകൾ. കോതമംഗലത്തെ സംഭവത്തെയും ആ രീതിയിലാണോ കാണുന്നത്? കോതമംഗലം സംഭവത്തിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതായത് മതം മാറിയെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി ആ പെൺകുട്ടിയോട് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്ന അല്ലെ അവളെ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരൻ അറിയിക്കുകയാണ്. രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന വാഗ്ദാനം നൽകി അവളുടെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് പോയിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലെത്തിക്കുകയും അവിടെ വെച്ച് അവൾ പെൺകുട്ടിയെ മർദ്ദിക്കുകയും മാനസികമായി അത് അവളെ തളർച്ചയിലേക്ക് നയിക്കുകയും അതിൻ്റെ പരിണത ഫലമായിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഈ പെൺകുട്ടിയുടെ തന്നെ ആത്മഹത്യാക്കുറിപ്പും ഈ പെൺകുട്ടി ഇതുമായി ഈ സമയത്ത് ബന്ധപ്പെട്ട അവളുടെ കൂട്ടുകാരികളുടെ മൊഴികളും ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു നിർബന്ധിത മതം മാറ്റത്തിനുള്ള ഒരു ശ്രമം, അതും വിവാഹത്തിന് വേണ്ടി നിർബന്ധിത മതം മാറ്റത്തിനുള്ള ഒരു ശ്രമം നടന്നിരിക്കുന്നു എന്നത് അസന്നിഗ്ധമാണ് നിലവിലുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഞങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിച്ചു കൊള്ളട്ടെ, അവർ സ്നേഹിച്ച് അവർ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. പക്ഷേ ആ സ്നേഹിക്കുന്നതിൻ്റെയും വിവാഹം കഴിക്കുന്നതിൻ്റെ ഒരു വ്യവസ്ഥയായി അവരുടെ മതത്തിലേക്ക് മാറണം എന്നാവശ്യപ്പെടുമ്പോൾ അത് മതമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം ആവുകയാണ്. ആ തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി പല കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഈ കാര്യത്തിൽ തെളിവുകളുടെ അഭാവം, കേസിൻ്റെ അഭാവമൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നമ്മുടെ നിയമസംഹിതയ്ക്കകത്ത് ലവ് ജിഹാദ് എന്ന ഒരു സംഭവം നിർവചിക്കപ്പെടുകയോ അല്ലെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കാണുന്നത്? അതായത് മറ്റ് മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം വാഗ്ദാനം നൽകി മതം മാറ്റുകയും മതം മാറിയതിന് ശേഷം പലപ്പോഴും ഈ പെൺകുട്ടികളെ നിരാലംബരാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മതം മാറ്റാൻ വേണ്ടി സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ വരുന്നത്. തീർച്ചയായും ഇത് വളരെ ഗുരുതരമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പ്രത്യേക സംഭവത്തിൽ കൃത്യമായ കേന്ദ്രീയ ഏജൻസികളുടെ അന്വേഷണം നിഷ്പക്ഷമായി ഉണ്ടാകണം. അങ്ങനെ നിഷ്പക്ഷമായ കേന്ദ്രീയ ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിട്ട് അന്വേഷിച്ചാൽ മതി. ഞങ്ങൾ വേറൊന്നും ആരോപിക്കുന്നില്ല. അന്വേഷണം ഉണ്ടാകണം. അന്വേഷണം ഉണ്ടായിട്ട് ഇവിടെ സംശയിക്കത്തക്ക വിവിധ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ പിന്നിലെ വസ്തുക്കൾ എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം. ആ തരത്തിൽ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ഒരു മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു കുറ്റമായി തന്നെ കാണേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരം കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള പരാതികളും വന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് തന്നെ പറയുന്നത് ഇത് ലവ് ജിഹാദാണോ എന്നുള്ള സംശയം ഉണ്ട് എന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് വ്യക്തമാണല്ലോ. നിർബന്ധിത മതപരിവർത്തനം, അതിനുവേണ്ടി മർദ്ദിച്ചു, പാനായിക്കുളത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു, വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാത്തത്? എന്ത് തടസ്സമാണ് ഇക്കാര്യത്തിൽ പോലീസിനുള്ളത്? അഡ്വക്കേറ്റ് BN ഹസ്കർ. 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. പ്രണയത്തിൽ വീഴുകയും പ്രണയത്തിന്റെ കുരുക്കിലകപ്പെടുകയും സ്വാഭാവികമായും
നാം ഇപ്പോൾ ജീവിക്കുന്നത് ചങ്ങമ്പുഴയുടെ കാലത്തെ പ്രണയ കാലഘട്ടത്തിലാണ് അല്ല എന്നുള്ള വസ്തുത കൂടി നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യബോധത്തോട് ഇക്കാര്യത്തെ സമീപിക്കേണ്ടത്. അപ്പോ ഇവിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വരുന്നു. പോലീസ് അക്കാര്യത്തിൽ BNS-ലെ 69, 108, 115 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അതിലെ പ്രധാന കാരണക്കാരനെന്ന് കരുതുന്ന 6ഓളം നാർക്കോട്ടിക് കേസുകൾ പ്രതിയാണെന്ന് സംശയിക്കുന്ന റമീസ് എന്ന് പറയുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു. യുവാവ് ഇപ്പോ പോലീസിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരുന്നു. അതിനെ തുടർന്ന് അവരുടെ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ ഉള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഏതെങ്കിലും നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യമായി വരുന്നത്. കത്തോലിക്ക സഭയും സ്വാഭാവികമായും ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ മധ്യത്തിലാണ് ഇത് ലവ് ജിഹാദാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ പ്രണയം നടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിനൊരു സംഘടിത ശ്രമമുണ്ട് എന്ന് RSSന്റെ അജണ്ടയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അത് ക്രൈസ്തവ സഭകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ക്രൈസ്തവ സഭ അങ്ങനെ പറയുമ്പോൾ അത് വർഗീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിടുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് CPM ആണ്. സർക്കാർ പോലും ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾക്ക് എതിർ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അവരിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ടയാളല്ല ആത്മഹത്യ ചെയ്ത പെൺകുട്ടി, യാക്കോബായ സഭയാണ്. എങ്കിലും കത്തോലിക്ക സഭ തങ്ങളുടെ ആശങ്ക ഇക്കാര്യത്തിൽ വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ പ്രതിനിധി തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം അത് സർക്കാർ കേൾക്കാറില്ല, പകരം മറിച്ച് ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ്. ഈ രീതിയിലാണ് സഭയുടെ വക്താക്കൾ ഇതിനെ കാണുന്നത്. ഞങ്ങളുടെ ആശങ്ക വീണ്ടും ശരിയാണ് എന്ന് ഇവിടെ ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് സഭയുടെ വക്താക്കൾ പറയുന്നത്. അത് ശരിയുമാണല്ലോ. ഇവിടെ ക്രൈസ്തവ മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ആശങ്ക നിലനിൽക്കുകയാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? മഞ്ജുഷ്, ഇതില് ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം കൂടിയുണ്ട്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി പ്രണയത്തിൽ അകപ്പെടുകയും ആ പ്രണയത്തെ തുടർന്ന് വിവാഹം കഴിക്കണമെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിക്കാഹ് നടത്തണമെങ്കിൽ നിർബന്ധിതമായും ആ പെൺകുട്ടിയോ ചെറുപ്പക്കാരനോ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരു വിവാഹ ബന്ധത്തിൽ നിക്കാഹ് നടത്തുന്നതിന് കഴിയുള്ളൂ. അത് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമെന്നു കരുതുന്നതും അത് ഷഹാദത്ത് കലിമ 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സെമറ്റിക് മതത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഉൾപ്രേരണയിൽ നിന്ന് വരുന്നത് മാത്രമാണ്. അപ്പോൾ താങ്കൾ ഇക്കാര്യത്തിൽ മറ്റ് സംഘടനകളുടെ പങ്കാളിത്തമൊന്നും സംശയിക്കുന്നില്ല? ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായതുപോലെയുള്ള മറ്റ് സംഘടനകളുടെ പങ്ക്, അതുപോലെ തന്നെ അതൊരു സംഘടിതമായ ഒരു ശ്രമം, മുസ്ലിം ആക്കുവാനുള്ള സംഘടിതമായ ശ്രമം, അതിലേക്ക് താങ്കൾ സംശയം ഉന്നയിക്കുന്നതേ ഇല്ല അല്ലെ BN ഹസ്കർ? അല്ല, നിശ്ചയമായി അത്തരത്തിലൊരു സംഘടിത ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിന്റെ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി അടുത്തിടപഴകുന്ന ആളുകളാണ് മുസ്ലിം സമുദായം. ഒരുപക്ഷെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ക്രിസ്ത്യൻ സമൂഹത്തിൽ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളത്. പക്ഷെ എന്നാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാകുന്നത് എന്ന് പറയുന്നത് കൃത്യമായി ഇവർ ജമാഅത്തുമായി അല്ലെങ്കിൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കും. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്നതോടുകൂടി ആ കുടുംബത്തെ പോലും ജമാഅത്തിന്റെ ഒരു പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള ശേഷി അടക്കം ജമാഅത്തുകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ച ഇക്കാര്യത്തിൽ സഭകളുടെ ആശങ്കയും അതുപോലെ തന്നെ BJPയുടെ ആരോപണവും അത് ലവ് ജിഹാദിലേക്കാണല്ലോ. അത് താങ്കൾ ഇവിടെ സംശയിക്കുന്നതേ ഇല്ല എന്ന് തന്നെയല്ലേ? അത് നിശ്ചയമായും അതൊരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന
വെറും ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. ശരി, ഒരു ശ്രീ കെന്നഡി തെളിവുമില്ലാത്ത കരിമ്പിക്കാലയിൽ ഈ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കോതമംഗലത്ത് നടന്ന ഈ ആത്മഹത്യ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറുടെ വാദം. ഇക്കാര്യത്തിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസോ അങ്ങനെ ഇടത് വലത് മുന്നണികളൊന്നും ഇക്കാര്യത്തിലൊരു അഭിപ്രായ പ്രകടനമേ നടത്തിയിട്ടില്ല. ഇതങ്ങനെ ലവ് ജിഹാദിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയമായിട്ട് അവർ കാണുന്നുമില്ല. അതാണ് മഞ്ജുഷേ, ഭാസ്കറിന് ഇങ്ങനെയല്ലാതെ വേറെ എന്ത് പറയാൻ കഴിയും? കാരണം അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് നിർവഹിക്കുന്നു എന്ന് മാത്രം കരുതുക. ഇപ്പോൾ അതേ സമയത്ത് തന്നെ കൊല്ലത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു ഇതേ സമുദായത്തിലെ ഒരു പയ്യനാണ് മറുവശത്ത്. കേസ് പോലും എടുത്തിട്ടില്ല എന്നാണ് അവർ പരാതി പറഞ്ഞത്. അപ്പോൾ അതും ഇസ്ലാമോഫോബിയ അല്ല. ഇതിനു മുമ്പ് പലതും ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതേ ഇത് തന്നെയാണ്. ഇവർക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനേ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ ഇതല്ല പ്രശ്നം. എനിക്കൊരു ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഹസ്കറിനെ ഇത്രയൊക്കെ തന്നെ പറയാൻ കഴിയുള്ളൂ. ഇതിനകത്ത് എത്രയും വേഗം ഒരു നിയമനിർമ്മാണം നടപ്പാക്കാനുള്ള ഒരു ശുഷ്കാന്തിയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ നടത്തേണ്ടത്. നോക്കൂ, അക്കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയോ അക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കം നടത്താനോ തയ്യാറാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. ചെയ്യില്ല. കാരണം നമുക്കറിയാം, ഈ കന്യാസ്ത്രീകളുടെ ഒരു വിഷയത്തിൽ ഛത്തീസ്ഗഡിൽ ഒരു കേസിട്ട് കന്യാസ്ത്രീകളെ ഒന്ന് അറസ്റ്റ് ചെയ്തേ ഉള്ളൂ. കണ്ട പുകിൽ നമ്മൾ കണ്ടതല്ലേ, ഇവിടുന്ന് എത്ര പേരെ കെട്ടിക്കേറിയതെന്ന് കാണിച്ച നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അതേസമയം ഇവിടെ ഇത്ര ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് പോലും ആ വിഷയത്തിൽ വാ തുറക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം. കാരണം ഒരു സമുദായത്തെ അപ്പീസ് ചെയ്യാൻ, ഒരു സമുദായത്തെ സുഖിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന താണ രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. ഇത്രയും ലവ് ജിഹാദിൻ്റെ ആരോപണങ്ങൾ സഭയുടെ ഉത്തരവാദിത്തം, പാലാപിതാവ് മാത്രമല്ലല്ലോ, എത്രയോ പിതാക്കന്മാർ, എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരുന്നവർ, മുൻ മുഖ്യമന്ത്രി, എത്രയോ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇതെല്ലാം പച്ച പരമാർത്ഥമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതിനകത്ത് പിന്നെ ചോദിക്കുന്നത്, എവിടെയെങ്കിലും ലവ് ജിഹാദിന് കേസുണ്ടോ? ലവ് ജിഹാദിന് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആളെ വടിയാക്കാനാണ്. കാരണം ഈ കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ വിചാരിക്കും ശരിയാണല്ലോ, ഇതിൽ ലവ് ജിഹാദ് ഇല്ലാത്തൊരു സാധനം പറഞ്ഞിട്ട് ഇവർ കുറേ പേര് ഈ സാമൂഹ്യ സ്പർദ്ധത ഉണ്ടാകാൻ നടക്കുകയാണല്ലോ. ഇതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ ഒരു സെക്ഷൻ ഇല്ല. ലവ് ജിഹാദ് എന്നും പറഞ്ഞ് FIR സെക്ഷൻ ഇല്ല. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ മൊഴിയും ഒക്കെ ഉള്ളതാണല്ലോ. അതിലേക്കും അന്വേഷണം പോകുന്നില്ലല്ലോ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. വളരെ കൃത്യമായിട്ട് ആ പെൺകുട്ടി എഴുതിയിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പ് പൊതുമധ്യത്തിലുണ്ട്, പോലീസിന്റെ കൈവശമുണ്ട്. ആ ആത്മഹത്യാക്കുറിപ്പിൽ അത്തരമൊരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആരോപണത്തെ സംബന്ധിച്ച് നിശ്ചയമായും അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ടോ എന്നുള്ളത് അടക്കം പോലീസിന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. വളരെ കൃത്യമായ ആ അന്വേഷണം നടക്കും. ഞാനിത് പറഞ്ഞത് ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരാൾ വിവാഹം കഴിക്കുന്നു എന്ന് കരുതുക, മറ്റു സമുദായത്തിൽ നിന്ന്. നിശ്ചയമായും ക്രിസ്തുമത വിശ്വാസപ്രകാരം വിവാഹം നടത്തണമെങ്കിൽ ക്രിസ്തുമതത്തിലേക്ക് ചേർന്നു എന്നുള്ളത് സംബന്ധിച്ച പള്ളിയിൽ രജിസ്റ്റർ ചെയ്യപ്പെടണം, ഏതു സഭയാണെങ്കിലും. അപ്പോ അത്തരത്തിൽ എത്രയോ വിവാഹം നമ്മുടെ മുന്നിൽ നടന്നിട്ടുണ്ട്. നമുക്കതിന് ഒരുപാട് ആളുകളുടെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊരു ലവ് ജിഹാദാണ്, RSSന്റെ അജണ്ട പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ചിലർ നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിൽ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ശ്രമം നടന്നിട്ടുണ്ട് എങ്കിൽ അന്വേഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന പോലീസിനുണ്ട്. അത് അന്വേഷിക്കും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ശരി, ഇപ്പോൾ ഷോൺ കൂടി ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, താങ്കൾ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെടുന്നുണ്ടല്ലോ. ഇപ്പോൾ കോതമംഗലത്തെ ഈ ആത്മഹത്യ അതിന് പിന്നിൽ ലവ് ജിഹാദാണ് എന്നുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? ഇതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വരുന്നത്? എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇവിടെ സ്നേഹവിവാഹങ്ങളോ പ്രേമവിവാഹങ്ങളോ അല്ല നമ്മൾ എതിർക്കുന്നത്. മനഃപൂർവമായി പ്രണയ ചതിയിൽപ്പെടുത്തി മതം മാറ്റത്തിന് വേണ്ടി പ്രണയിക്കുന്ന
ഇപ്പൊ ഞാൻ പറയാൻ എന്റെ ഈ തൊട്ടടുത്ത് എന്റെ തൊട്ട അയലോക്കത്ത് യൂസഫ് എന്ന് പറയുന്ന എന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. 15 വർഷമായി ഒരു ക്രിസ്ത്യൻ യുവതിയെ കല്യാണം കഴിച്ച് യൂസഫ് വളരെ സ്വസ്ഥമായി ജീവിക്കുന്നു. 3 കുട്ടികളുണ്ട്. അതല്ല ലവ് ജിഹാദ്. പിന്നെ അദ്ദേഹം തന്നെ ഇപ്പൊ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പൊ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു അന്യമതസ്ഥരെ കല്യാണം കഴിച്ചാൽ പിന്നെ മഹലുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ സമ്മർദ്ദിച്ചു. അത് സമുദായം പ്രേരിപ്പിക്കുന്ന ഒരു സമ്മർദ്ദമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കോതമംഗലത്തെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയുടെ ഇപ്പൊ ഭാസ്കർ സാർ തന്നെ പറഞ്ഞു, അവരെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി ആ കുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അവിടുത്തെ ഇത്തരത്തിലുള്ള പ്രലോഭനം ഉണ്ടാക്കി ആ റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളെ കൂടാതെ അവിടെ മറ്റാളുകൾ ഉണ്ടായിരുന്നു. എവിടെയാണ് ഈ സംഭവം നടന്നത്? പാനായിക്കുളത്ത്. ആ പാനായിക്കുളത്ത് അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ മറ്റു ആളുകളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കേരള പോലീസിന് സാമാന്യ ബോധമുണ്ടെങ്കിൽ ഇതിന്റെ പുറകിലെ സാന്നിധ്യത്തെ കുറിച്ച് അന്വേഷിക്കണം. കാരണം നടന്നത് പാനായിക്കുളത്താണ്. ആ പാനായിക്കുളത്തെ അടച്ചവമാനിക്കുകയല്ല. പക്ഷെ പാനായിക്കുളത്ത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഇത്തരം സംഘടനകൾക്ക് വലിയ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല ഇതിനുവേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തി ആ കുട്ടിയെ മർദ്ദിച്ചു. അപ്പോ ഇതിനെതിരെ ഒരു നിയമം നിർമ്മിക്കണം. അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു നിയമം ഉണ്ടാകും. പോലീസ് ഇപ്പൊ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ സെക്ഷൻ ഇടാൻ നിയമമില്ല. മതപരിവർത്തനത്തിന് വേണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാരും പറയുന്നത് ലവ് ജിഹാദ് ഇല്ല. ലവ് ജിഹാദ് ഇല്ല, ശരിയാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇന്ന് വരെയും ഒരു സർക്കാർ പത്രത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ പേപ്പറിൽ എവിടെ എഴുതിപ്പെട്ടിട്ടുള്ള പേരല്ല. നിങ്ങൾ അതിന് ഇപ്പൊ അസ്കർ സാർ പറഞ്ഞല്ലേ മറ്റേതെങ്കിലും ഒരു പേര് കൂടി ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരിട്ടോ. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളിപ്പോ അർഗസ് സാറ് സൂചിപ്പിച്ചു ലവ് ജിഹാദ് എന്ന് പ്രേമ വിവാഹങ്ങളെല്ലാം ലവ് ജിഹാദ് ആണെങ്കിൽ ഞാനും ലവ് ജിഹാദുകാരനാണ്. മനസ്സിലായില്ല, ഞാനും സ്നേഹിച്ച് വിവാഹം കഴിച്ച ആളാണ്. പക്ഷെ എന്റെ ഭാര്യ കുട്ടികളെയായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് അവളുടെ മതസ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഈ കൊട്ടാരക്കരയിലുള്ള കുട്ടി, ആ കുട്ടിയുടെ മാതാവുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു. അത് അംഗവൈകല്യമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ വലിയ മാനസിക സമ്മർദ്ദം ചെലുത്തിയാണ് അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇപ്പോ നിലമ്പൂർ സംഭവിച്ചൊരു കാര്യം പറഞ്ഞു. അവിടെ ഒരു വൈദികന്റെ പെങ്ങളുടെ കുട്ടിയാണ് സംഭവിച്ചത്. അവർ പരാതി പോലും കൊടുക്കാൻ അവര് തയ്യാറല്ല. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഭീഷണി മൂലം ഭയന്നും, അതുകൂടാതെ അവരുടെ ആത്മാഭിമാനം പണയം വെക്കാൻ ഇനിയും കഴിയാത്തതുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല. പക്ഷെ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ഞാനും അംഗീകരിക്കുന്നു. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടേം എവിടെയും ഡിറൈവ് ചെയ്തിട്ടില്ല. ആ ലവ് ജിഹാദ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് മാത്രം പറയരുത്. ശരി, അഡ്വക്കേറ്റ് പി എൻ ഹസ്കർ അതിനുള്ള മറുപടി. ഇത് കോതമംഗലം മാത്രമല്ല, പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് ഈ രീതിയിൽ തന്നെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രണയം നടിച്ചുള്ള ചെയ്തികളാണ് വരുന്നത്. അതാണ് പറയുന്നത്. അതാണ് കോതമംഗലത്തും സംഭവിച്ചത്. അത് തന്നെ നിലമ്പൂര് പറയുന്നു, കൊട്ടാരക്കരയിൽ പറയുന്നു. അല്ല മഞ്ജുഷ്, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിക്കുക എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ പ്രണയം നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ പ്രണയത്തിൽ അകപ്പെടുന്നില്ല, അവർ പ്രണയത്തിന്റെ ലോലമായിട്ടുള്ള വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല. പ്രണയത്തിന് ജാതിയോ മതമോ ഒന്നുമില്ല. ഞാൻ വ്യക്തിപരമായി തന്നെ പറയാം, ഞാൻ ഒരു 4 നൂറ്റാണ്ട് മുമ്പ് പ്രണയ വിവാഹത്തിൽ അകപ്പെട്ട ആളാണ്. സ്വാഭാവികമായും എന്റെ ഭാര്യ മറ്റൊരു മതസ്ഥരും ആണ്. ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരു ലവ് ജിഹാദ്, എന്റെ വിവാഹം ലവ് ജിഹാദ് ആണെന്ന് നാളെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അന്ന് ആ കാലഘട്ടത്തിൽ ഈ വാക്ക് പോലും ഉണ്ടാവാതിരുന്നത് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു ലവ് ജിഹാദ് എന്ന അർത്ഥത്തിൽ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിലാണ് ഞാൻ എങ്ങനെ ഒരു പ്രണയ വിവാഹത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ നിശ്ചയമായും ഞാൻ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ദുരാരോപണത്തിന്റെ മുനയിൽ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലായിരിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇപ്പോ ആരെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ പ്രണയത്തിലാവുകയാണെങ്കിൽ അവരുടെ മതം നോക്കി അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പ്രണയത്തിന്റെ ചിത്രം മാറുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപഭാവം മാറുന്നു എന്ന ഗതികളിലാണ് കേരളം എത്തി നിൽക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി ചില രാഷ്ട്രീയ സംഘടനകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൽ ആരെങ്കിലും മുസ്ലിം മതസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാരാണെങ്കിൽ നിർബന്ധിതമായും അത് ലവ് ജിഹാദ് എന്ന വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊട്ടാരക്കരയാണെങ്കിലും നിലമ്പൂരാണെങ്കിലും ഒടുവിൽ ഇപ്പൊ കോതമംഗലത്തും സംഭവിച്ചിട്ടുള്ളത്. അത് ദുരന്തങ്ങൾ മാത്രമാണ്. ആ ദുരന്തങ്ങളെ
ആ ദുരന്തങ്ങളെ ഒരിക്കലും പ്രണയത്തിന്റെ തുലാസിൽ വെച്ച് ശരി, അതിനുള്ള മറുപടി ഷോൺ, അതിനുള്ള മറുപടി താങ്കൾക്ക് അതിനകത്ത് ഈ പാനായിക്കുളം ബന്ധം ഉന്നയിച്ചുകൊണ്ട് പാനായിക്കുളത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നതിനാൽ പാനായിക്കുളത്ത് മുമ്പ് നടന്ന സിമി ക്യാമ്പുമായിട്ട് ബന്ധപ്പെടുത്തിയ ലഘുലേഖ വിതരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സംഘടനകളിലേക്ക് ഈ വിരൽ ചൂണ്ടുന്നു എന്നതല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ്? പോലീസ് ഏത് രീതിയിൽ അന്വേഷിക്കാനാണ്? എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഇപ്പോൾ തോന്നുന്നുമില്ലല്ലോ. ഞാൻ ഈ ഒരാഴ്ച ഇപ്പൊ സാർ പറഞ്ഞതിന് കൃത്യമായ വിശദീകരണം പറയാം. ഈ ഒരാഴ്ച മാത്രം കേരളത്തിന്റെ വിവിധ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിശ്ര വിവാഹം എന്റെ ലിസ്റ്റ് ഇരിപ്പുണ്ട്. 24 കൂടുതൽ പേരുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അത് മുസ്ലിം യുവാക്കളും ഇതര മതസ്ഥരായ യുവതികളും. ഇതൊന്നും ലവ് ജിഹാദെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. 24 എണ്ണത്തിന്റെ ലിസ്റ്റ് ഞാൻ നിങ്ങളെ തരാം, നാളെ തരാം, എന്റെ ഇരിപ്പുണ്ട്. അതൊന്നും ലവ് ജിഹാദെന്ന് പറഞ്ഞില്ല. അപ്പൊ സാറ് പറയുന്ന പോലെ ഇവിടെ സ്വാഭാവികമായി ഇന്നത്തെ ചെറുപ്പക്കാർ പ്രണയം എന്ന വികാരത്തിൽ അവരെ സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്താൽ അതിനെ അല്ല സാർ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതിനെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു ഇത് ഇവിടെ കൃത്യമായിട്ട് PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോ PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോ അവിടെ കിട്ടിയ ഒരു കുറിപ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടിയാതി കുട്ടിക്ക് 2 ലക്ഷം. അങ്ങനെ വില പറഞ്ഞ് ഇതര മാസ്കരെ പ്രണയം നടിച്ച് വശത്താക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന സംഘടനകൾ ഈ നാട്ടിൽ സജീവമായതുകൊണ്ട് തന്നെ അതിനെ ലവ് ജിഹാദ് എന്നല്ലാതെ മറ്റെന്ത് പേര് വിളിക്കും സാർ പറയണം. ഞാൻ പറഞ്ഞില്ലേ 24 കേസ് ഞാൻ നാളെ രാവിലെ വേണമെങ്കിൽ സാറിന് അയച്ചു തരാം. ഇപ്പോ 24 ആയിരിക്കില്ല, ഇപ്പോൾ നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ട് 30 ദിവസത്തെ കാലാവധിക്ക് നോട്ടീസ് ഇട്ടേക്കുന്ന 24 കേസ്. ആ 24 കേസിലും മുസ്ലിം ചെറുപ്പക്കാരാണ് വിവാഹം കഴിക്കുന്നത്. അതില് ഇതര മാസ്കരായ ഹിന്ദുവോ ക്രിസ്ത്യനോ ആയിട്ടുള്ള പെൺകുട്ടികളാണ്. അവരെവിടെയെങ്കിലും അതേതെങ്കിലും വിഷയങ്ങളിൽ ഞങ്ങൾ ലവ് ജിഹാദ് ആരോപിച്ചോ? ഇല്ലല്ലോ. ലവ് ജിഹാദിനെ ലവ് ജിഹാദ് അല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ പേര് പറയാനും പറ്റുകയുമില്ല. ആ പേരില്ലല്ലോ, അത് ഡിറൈവ് ചെയ്തിട്ടില്ല. നിർബന്ധിത മതപരിവർത്തനം. ശരി, താങ്കളുടെ നിരീക്ഷണം പറയൂ രാഹുൽ. ഇക്കാര്യത്തിൽ എന്തായാലും BJP ശക്തമായിട്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഷോൺ ഇതിന് പിന്നാലെ തന്നെ ഉണ്ട്. അതിലുള്ള പഠനങ്ങൾ പോലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്തെ വിഷയം അത് ലവ് ജിഹാദ് എന്ന ഗണത്തിൽപ്പെടുത്താമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. 2 കാര്യങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. 1930 മുതൽ ഫോഴ്സ്ഡ് കൺവേർഷൻ നിരോധിക്കണമെന്നും 1935 ഹരിജനിൽ എൻ്റെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ നിർബന്ധിത മതപരിവർത്തനവും നിരോധിക്കുമെന്ന് മഹാത്മാഗാന്ധി എഴുതുന്നുണ്ട്. BJPയുടെ തമിഴ്നാട് പ്രസിഡന്റായ നമ്മുടെ അണ്ണാമലൈ അടക്കം ഈ ഗാന്ധിജിയെ കോട്ട് ചെയ്ത് തന്നെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. 2, ശ്രീ ഷോണിന്റെ ഇപ്പോഴത്തെ ആ സ്വരം വളരെ സ്വാഗതാർഹമാണ്. കാര്യം ഈ വിഷയം വളരെ സെൻസിറ്റീവായ വിഷയമാണ്. ഷാറൂഖ് ഖാനും ഗൗരിയും കല്യാണം കഴിച്ചു. ഷാറൂഖ് ഖാൻ മുസ്ലിമാണ്, ഗൗരി ഹിന്ദു ബ്രാഹ്മണാണ്. പക്ഷേ അതാരും ലവ് ജിഹാദ് എന്ന് പറയുന്നില്ല. ഇന്ന് വേണമെങ്കിൽ അതിനെ രീതിയിൽ ചിത്രീകരിക്കാം. സഞ്ജയ് ദത്ത് ഹിന്ദുവാണ്, നർഗിസ് മുസ്ലിമാണ്. സഞ്ജയ് ദത്തും നർഗിസും കൂടെ കല്യാണം കഴിച്ചാണ് നമ്മുടെ സുനിൽ ദത്ത് ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉദാഹരണം പറയേണ്ട ആവശ്യമേ ഇല്ല രാഹുൽ. കാരണം അങ്ങനെ ആരും അതിനെ കാണുന്നുമില്ല. അങ്ങനെ വ്യക്തമാക്കി കഴിഞ്ഞാണ് അതിനെ അല്ല പറയുന്നത് വ്യക്തമാക്കി കഴിഞ്ഞാണ്. അതുകൊണ്ട് അത്തരം കമ്പാരിസണിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെയല്ല. ഉദാഹരണം പറയേണ്ട കാര്യമുണ്ട്. കാര്യം കപിൽ ദേവിന്റെ ഭാര്യ ക്രിസ്ത്യനാണ്, അന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതോടൊപ്പം നമ്മൾ മറന്നുകൂടാത്തത് പണ്ട് മുതലേ നിർബന്ധിത മതപരിവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ നിർബന്ധിത മതപരിവർത്തനം നടത്തി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയിട്ടുണ്ട്. ആലോചിക്കുക, വേറെ ആരെയല്ല, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ സ്വന്തം മകനായ ഹരിലാലിനെ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയ. പക്ഷേ ഇവിടെ നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ തന്നെ അടുത്ത കാലത്ത് എത്രയോ ഉദാഹരണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കൊണ്ടുപോയ ആളുകളെ കുറിച്ചുള്ള, മതം മാറ്റി കൊണ്ടുപോയ ആളെ കുറിച്ചുള്ള. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടേം പോലും വരുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. അതുകൊണ്ടാണ് ആശങ്ക കത്തോലിക്ക സഭ പറയുന്നത്. അല്ല, ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കണ്ട. പക്ഷെ ഫോഴ്സ്ഡ് കൺവേർഷൻ ഒരു റിയാലിറ്റിയാണ്. ഇനിയും 2, ഒരു ആന്റൈ ഫോഴ്സ്ഡ്. പക്ഷെ തടയാൻ കേരളത്തിൽ നിയമമില്ലല്ലോ രാഹുൽ. കേരളത്തിൽ തടയാൻ നിയമമില്ല. 11 സംസ്ഥാനങ്ങളിലുണ്ട്. നിയമം വേണം. അവിടെയാണ് അതിനെ ലവ് ജിഹാദ് നിയമം എന്ന് വിളിച്ചാൽ ഒരിക്കലും നടക്കില്ല. പക്ഷെ ഒരു ആന്റി ഫോഴ്സ് കൺവേർഷൻ ലോ അത് ഗാന്ധിജി വിഭാവനം ചെയ്ത രീതിയിലാണെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളും കൂടെ എഗ്രി ചെയ്യും. ഇപ്പൊ ഇതേ ആന്റി ഫോഴ്സ് കൺവേർഷൻ ലോയുടെ പേരിലാണ് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നത്. ജീവപര്യന്തവും 10 വർഷം അടക്കമുള്ള തടവുകൾ ചില സംസ്ഥാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗാന്ധിയൻ ആന്റി ഫോഴ്സ് കൺവേർഷൻ ലോ അല്ല. നമ്മൾ ഈ വിഷയത്തിൽ സീരിയസ് ആണെങ്കിൽ, ഈ വിഷയത്തിൽ ആദ്യമായി രാജ്യവ്യാപകമായി നിലപാടെടുത്തത് മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള മുസ്ലിം പണ്ഡിതരാണ്. അദ്ദേഹം അന്നത്തെ
ഇപ്പോഴത്തെ ബോംബെയിലെ കാർഡിനൽ ഗ്രേഷ്യസിന് എഴുതുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങളായ ഹിന്ദുക്കൾ ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ അല്ല, അവർക്ക് ഈ കൺവേർഷൻ എന്ന് കേട്ടാൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. ശരി, അതൊക്കെയാണെങ്കിലും കോതമംഗലത്തെ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്താണ്? കോതമംഗലത്ത് കണ്ടത് അതിങ്ങനെ BJP ഒക്കെ പറയുന്ന പോലെ ലവ് ജിഹാദ് ആ ഗണത്തിൽ പെടുത്തണോ വേണ്ടയോ എന്നുള്ളതാണ്. ഒരു കാരണവശാലും സംശയിക്കേണ്ട, റമീസിനെ അറസ്റ്റ് ചെയ്യണം, റമീസിന്റെ അച്ഛനമ്മമാരെ അറസ്റ്റ് ചെയ്യണം ആത്മഹത്യാ പ്രേരണയ്ക്ക്. 2, റമീസ് ഒരു ദീനിയായ മുസ്ലിം പോലും അല്ല. ഉണ്ടെങ്കിൽ അവൻ 7 നാർക്കോട്ടിക് കേസിൽ പെടുവോ? ഉണ്ടെങ്കിൽ അവൻ ഇമ്മോറൽ ട്രാഫിക്കിംഗ് പെടുവോ? റമീസ് ഏതെങ്കിലും രീതിയിൽ വിശ്വാസിയുള്ള മുസ്ലിം ആണെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? പകരം റമീസ് ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള, നാർക്കോട്ടിക്സിൽ പെടുന്ന, ഇമ്മോറൽ ട്രാഫിക്കിംഗ് പെടുന്ന ഒരുത്തനാണ്. ഷോൺ, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് അങ്ങനെ ഒരാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടനകൾ ഫോഴ്സ്ഡ് കൺവേർഷൻ മുസ്ലിം ആക്കിക്കൊണ്ട് പിന്നെ മറ്റു കാര്യങ്ങൾക്ക് നിയോഗിക്കും എന്നൊക്കെയുള്ള ആ രീതിയിലേക്ക് എങ്ങനെ നറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? കാരണം ഈ പറയുന്ന പ്രതിയായ റമീസ് അയാളാകട്ടെ അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ ദീനിയായ ഒരു മുസൽമാൻ അല്ല. അത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നല്ല കുടുംബത്തിൽ പറന്ന് യഥാർത്ഥത്തിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ഇസ്ലാമിന് ഈ രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികൾക്ക് അനുകൂലമായി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യവിരുദ്ധരായ തീവ്രവാദ ശക്തികൾ ഇതിനു വേണ്ടി നിയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ക്രിമിനൽസിലെയും ആന്റി സോഷ്യൽ എലമെന്റ്സിലെയാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഖുർആൻ പ്രകാരം മുഹമ്മദ് നബി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മക്കയിൽ നിന്നും ഒരു സൈന്യവുമായി നിന്റെ രാജ്യത്തെ ആക്രമിക്കാൻ എത്തിയാൽ നീ നിന്റെ രാജ്യത്തോടൊപ്പം നിന്ന് മക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് നബി. അപ്പോ അങ്ങനെ ഒരു നബിവചനം അനുസരിക്കുന്ന ആർക്കെങ്കിലും രാജ്യവിരുദ്ധ നിലപാടുകൾ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുമോ? പക്ഷേ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെ, PDP പോലെ, SDP പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ പ്രചരിപ്പിക്കുന്ന ഇന്ത്യ വിരുദ്ധത തന്നെയാണ്. ഈ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഇവർക്ക് എന്ത് ഇസ്ലാം? ഇവർക്ക് യഥാർത്ഥ ഇസ്ലാം അല്ല ഇവർ ഇസ്ലാം വിരുദ്ധരാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ഇസ്ലാമിനെ മോശമാക്കാൻ ഇറങ്ങിയതല്ല. പക്ഷേ ഈ ഇവിടെ നടക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് ചൂട്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസും CPM നടക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. മുസ്ലിം ലീഗ് ഘടകകക്ഷിയായി കൂടെ ഉള്ളപ്പോ എന്തിനാണ് നിലമ്പൂർ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിച്ചത്? അത് നമ്മൾ പറയണ്ടേ, അത് ചർച്ച ചെയ്യണ്ടേ? എന്താ മുസ്ലിം ലീഗിന് തീവ്രത കുറവ്? എന്താ പ്രശ്നം? മുസ്ലിം ലീഗിന് തീവ്രത കുറവാണ്, അല്ലാതെ മുസ്ലിം സമുദായത്തിൽ നിന്നും ആളുകൾ കൂടെ ഇല്ലാഞ്ഞിട്ടോ മുസ്ലിം സമുദായത്തിന്റെ അല്ല. അന്നെങ്കിൽ ലീഗിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. അപ്പോ LDF എന്ത് ചെയ്തു? ആകെപ്പാടെ നിലമ്പൂർ 25 വോട്ട് തികച്ചെടുക്കാനില്ലാത്ത PDPയുടെ പിന്തുണ മേടിച്ചു. PDPയുടെ പിന്തുണ മേടിച്ച് പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഈരാറ്റുപേട്ടയിൽ നിന്നും PDPയുടെ 3 പ്രവർത്തകർ അവിടെ നിന്ന് PDPയുടെ കൊടിയും പിടിച്ച് കലാശക്കൂട്ടിൽ നിന്ന്. കാരണം അവിടെ ആളില്ല. പക്ഷെ LDF അതുവഴി കൊടുത്ത മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് ജനങ്ങളോട് പറയാണ്. എന്നിട്ട് ഈ രാജ്യത്തുള്ള ഇസ്ലാം സഹോദരങ്ങളുടെ മുഴുവൻ മാൻഡേറ്റ്. ശരി, ഹസ്കർ അതിനുള്ള മറുപടി. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഇലക്ട്രൽ പോളിറ്റിക്സിന്റെ ഒരുപക്ഷെ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതൊരു സാമൂഹ്യ വിഷയമാണ്. ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ പ്രവണതയാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നത് സംഘപരിവാറും BJP മാത്രമാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ പ്രണയമോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനമോ നടന്നാൽ അതിനെ നിയമപരമായി നേരിടുന്നതിനു പകരം, അതൊരു സാമൂഹ്യ വിപത്തായി കണ്ടുകൊണ്ട് നേരിടുന്നതിനു പകരം രാഷ്ട്രീയവൽക്കരിക്കുമ്പോഴാണ് അതിന്റെ അപകടത്തിലേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കടുത്ത ഇസ്ലാമോഫോബിയ പടർത്തുന്നതിനു വേണ്ടി നടത്തുന്ന തീവ്ര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് RSS ഇത് ഉയർത്തിവിടുന്നത്. അത് ചില ക്രിസ്ത്യൻ സംഘടനകളും ഏറ്റുപിടിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയാണ് കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നമുക്ക് കാണേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇത് വിമർശന വിധേയമാകേണ്ടത്. ഒരു ഇലക്ട്രൽ പോളിറ്റിക്സിൽ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി ആരെയെങ്കിലും സമീപിക്കുകയോ അതല്ലെങ്കിൽ PDP മറ്റൊരു തരത്തിൽ സമീപിക്കുകയോ ചെയ്യുന്നത് ഇലക്ട്രൽ പോളിറ്റിക്സിന്റെ ഭാഗമാണ്. PDPയുമായോ ഏതെങ്കിലും രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുമായോ, PDP ഒരു തീവ്രവാദ സംഘടന, കാരണം
കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ PDPയുടെ രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ വേണം വിലയിരുത്തുവാൻ. അപ്പൊ ആ അർത്ഥത്തിൽ വിലയിരുത്തുമ്പോൾ PDP ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട്? ഒരുപക്ഷെ നിലമ്പൂരിൽ അവർക്ക് തുലവും രാഷ്ട്രീയമായി സ്വാധീനം കുറവുള്ള ഒരു മണ്ഡലം കൂടിയാണ്. എന്നിട്ട് പോലും അതിന് അവർ നൽകിയ പിന്തുണ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ഇതൊരു തീവ്രവാദ സംഘടനകളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രേരണയായി തെറ്റിദ്ധരിപ്പിക്കുക എന്നതും അതുവഴി ഭൂരിപക്ഷ സമുദായത്തിന്റെ ഏകീകരണത്തിനും രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുമാണ് BJP ശ്രമിക്കുന്നത്, സംഘപരിവാർ ശ്രമിക്കുന്നത് എന്നതാണ് നാം ഇപ്പോഴും കണ്ടുവരുന്നത് എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിരോധാഭാസവും ദൗർഭാഗ്യകരവുമായിട്ടുള്ള കാര്യം. ശരി, ശ്രീ ജോസ് കുട്ടി ഒഴികയിൽ ഇക്കാര്യത്തിൽ ഇടത് വലത് മുന്നണികളുടെ പ്രതികരണം വന്നിട്ടില്ല. അവർ അതിനെ ആ രീതിയിൽ കാണുന്നില്ല. ഇതൊരു ലവ് ജിഹാദോ ഇത് പ്രണയം നടിച്ച് മുസ്ലിമാക്കി മറ്റു കാര്യങ്ങൾക്ക് നിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമോ ആയിരുന്നുവെന്ന നിലപാടിലേക്ക് വന്നിട്ടില്ല. അതിൽ കത്തോലിക്ക സഭയ്ക്ക് ആശങ്കയുണ്ടോ? അല്ല, ഇതിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് എടുത്തു പറയാനായിട്ടുണ്ട്. അതിലൊന്ന്, ഹസ്കർ വളരെ ലളിതവൽക്കരിച്ച് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ വളർത്താനാണ് ശ്രമിക്കുന്നത്. ഇവിടെ കത്തോലിക്ക കോൺഗ്രസിനോ കത്തോലിക്ക സഭയ്ക്കോ ഇസ്ലാമോഫോബിയ വളർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് ഞങ്ങളുടെ ഉദ്ദേശത്തിൽപ്പെടുന്ന കാര്യവുമല്ല. അതുപോലെ കത്തോലിക്ക സഭയോ കത്തോലിക്ക കോൺഗ്രസോ RSSന്റെ ആദർശങ്ങൾ അനുസരിച്ച് പോകുന്നവരോ RSS പറയുന്നത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരോ അല്ല. കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ആവശ്യമായ സംവിധാനങ്ങളും കരുത്തും ഞങ്ങൾക്കുണ്ട്. അതനുസരിച്ച് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് അതനുസരിച്ച് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, ക്രിസ്ത്യൻ വിവാഹങ്ങൾ നടക്കുമ്പോൾ മറ്റ് മതസ്ഥരുമായിട്ട് വിവാഹം അനുവദിക്കുന്നില്ലെന്ന് ഇതാരാ ഈ പറഞ്ഞത്? എത്രയോ ക്രിസ്ത്യാനികൾ മറ്റു മതത്തിലുള്ളവരെ പള്ളിയിൽ കെട്ടിയിരിക്കുന്നു. അതിനകത്ത് സഭ അംഗീകരിച്ചിട്ടുണ്ട് മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ ആണെങ്കിലും കല്യാണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കല്യാണം കഴിക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ വിവാഹങ്ങൾ അവിടെ നടത്തി കൊടുക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുക. അതുപോലെ തന്നെ ഒരു ദുരന്തമാണെന്നത്. എങ്ങനെയാണ് ദുരന്തമാകുന്നത്? ഒരു പെൺകുട്ടിയെ വീട്ടിലിരുന്ന ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച രജിസ്റ്റർ മാരേജ് ചെയ്തു കൊള്ളാമെന്ന് സമ്മതിപ്പിച്ച് അവളുടെ കാമുകന്റെ അല്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അടച്ചുപൂട്ടിയിടുകയും മർദ്ദിക്കുകയും ചെയ്തിട്ട് എന്നിട്ട് അതിന് യാതൊരു തരത്തിലും രക്ഷയില്ലാതെ അവൾ ആത്മഹത്യ എന്നൊരു ദുരന്തമാണോ? അത് കൃത്യമായി ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അത് വരുത്തി വെച്ചതാണ്. ഇതിന്റെ ഒക്കെ പിന്നിലുണ്ടായിരുന്ന ഒരു വിവാഹമാണ് എന്നതുകൊണ്ട് തന്നെ മതം മാറിയെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് പറയുകയോ വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ച് മതം മാറ്റുകയോ ചെയ്യുന്നതിനൊക്കെ ലവ് ജിഹാദിന്റെ ഇനത്തിലാണ് നമുക്ക് പെടുത്താനായിട്ട് കഴിയുക. ഇപ്പോൾ ബേസിൽ എൽദോസ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ബേസിൽ എൽദോസ്, ഈ കേസ് അന്വേഷണത്തിൽ നിങ്ങൾ കുടുംബത്തിന് തൃപ്തി ഉണ്ടോ? ഇപ്പോൾ കേസ് അന്വേഷണം ഞങ്ങൾ പരാതി മേലിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രൊസീജിയേഴ്സ് ഒന്നും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ബേസിൽ കേൾക്കുന്നില്ല. അതുകൊണ്ട് ബേസിൽ കേസ് അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെന്നാണോ? ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഹലോ ബേസിൽ, ഈ കേസ് അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെന്നാണോ പറയുന്നത്? കേട്ടില്ല ഞാൻ, അതുകൊണ്ടാണ്. കേസ് അന്വേഷണത്തിൽ നമുക്കിപ്പോ നിലവിൽ ഇതിന്റെ എന്താണ് ഇതൊന്നും പ്രൊസീജിയേഴ്സ് ഒന്നും അറിയില്ല. ഇപ്പൊ കേസ് അന്വേഷണം എവിടെ വരെ എത്തി എന്നൊന്നും നമുക്കറിയില്ല. അവനെ അറസ്റ്റ് ചെയ്തു എന്നറിയാം, അല്ലാതെ അവന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അവര് ഒളിവിലാന്നൊക്കെ പറഞ്ഞു, അതൊന്നും അറിയില്ല നമുക്ക്. പോലീസിൽ നിന്ന് ഒരു വിവരവും കിട്ടുന്നില്ലേ? ഒന്നും പറയുന്നില്ലേ അവർ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഈ വേറെ ഏജൻസി അന്വേഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നുവല്ലോ, NIA അന്വേഷിക്കണം എന്നൊക്കെ. അതിലൊക്കെ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? അതിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇനി അവര് അവിടെ ചെന്ന് പരാതി എടുത്ത് അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. എന്താണ് അങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാൻ കാരണം ബേസിൽ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിത് സ്നേഹമല്ലായിരുന്നല്ലോ. ഇവർക്ക് മതം മാറ്റിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പൂട്ടിയിട്ട് മതം മാറാൻ വേണ്ടി പൂട്ടിയിട്ട് ഉപദ്രവിക്കില്ലല്ലോ. അവർക്ക് മതം മാറ്റണം എന്നൊരൊറ്റ ഇതല്ലേ ഉള്ളൂ. പിന്നെ ഇവര് ഫാമിലിയില് അവന്റെ ഉമ്മയൊക്കെ ഇങ്ങനെ മതം മാറി വന്നതാ. അപ്പൊ ഇനിയിപ്പോ ഇതിനു മുമ്പ് അവൻ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വേറൊരു അന്യമതസ്ഥയാണോന്നോ, അവന്റെ ഫാമിലിയിൽ ഉമ്മയുടെ വാപ്പാടെ സ്വന്തക്കാരൊക്കെ കൂടി ഉണ്ടായിരുന്നു കൂട്ടിയിടാന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഫാമിലിയിൽ ഇങ്ങനെ വേറെ കൺവേർട്ട് ചെയ്തേക്കണെയാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയാലോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചാ. അപ്പൊ അതിലേക്ക് പോകുന്നില്ല പോലീസ് ഇതുവരെ? അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല എന്നാണോ? അല്ല, നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, അന്വേഷണത്തിനെ കുറിച്ച്. അതാണ്, ഒന്നും അറിയില്ല എന്തായിന്നൊന്നും. ഇപ്പൊ അവര് ഒളിവിലാന്നൊക്കെ പറയുന്നത് കേട്ടോ. അതും നമുക്ക് എന്താണ് ഇത് ഒന്നും അറിയില്ല. അവൻ റിമാൻഡായിന്ന് മാത്രമേ അറിയാം. ഈ പാനായിക്കുളത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ്, അത് ശരിയാണല്ലോ അല്ലേ?
അതെ അതെ അതെ, അത് അവിടെ നിന്ന് അവളെ പൂട്ടിയിട്ടപ്പോ അവളുടെ കൂട്ടുകാരീനെ അവള് വിളിച്ചായിരുന്നു. ഇനിയിപ്പോ മറ്റേ ഇങ്ങനെ പൊന്നാനിക്ക് പോകാനല്ലാതെ അവിടെ നിന്ന് പൂട്ട് തുറക്കില്ല, പൂട്ടിയത് തുറക്കില്ല എന്ന് പറഞ്ഞു. പൊന്നാനിക്ക് പോകാൻ പാടില്ലാതെ. അതിനൊരു സംഘടിതമായ ഒരു ശ്രമമാണോ നടന്നത്? ഒരുപാട് ആളുകൾ അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് വെച്ചാൽ ഇവളെ വീട്ടിൽ നിന്ന് കബളിപ്പിച്ച് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാന്നും പറഞ്ഞ് അടിമാലിൽ രജിസ്റ്റർ ചെയ്യാന്നും പറഞ്ഞാണ് കൊണ്ടുപോയത്. അവിടെ കൂട്ടുകാരിയുടെയും ഹസ്ബൻഡിന്റെ അടുത്ത്, ഇവളുടെ കൂട്ടുകാരി ഹസ്ബൻഡും. അപ്പൊ നമുക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ ഞാൻ പെങ്ങളുടെ മരണശേഷം ഈ കൂട്ടുകാരി ഹസ്ബൻഡും വന്ന് കുറച്ച് സംശയങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് എന്റെ അടുത്ത് പറയുമ്പോഴാണ് ഈ പറയണതൊക്കെ അറിയണത്. അപ്പൊ ഇങ്ങനെ ഇവരുടെ കൂട്ടുകാരുടെ അടുത്ത് വന്നപ്പോ ഈ രജിസ്റ്റർ ചെയ്യാൻ ഇവൻ അഡ്രസ്സ് കൊടുത്തില്ല, ഇവന്റെ അഡ്രസ്സ് അടിമാലിയിൽ രജിസ്റ്റർ ചെയ്യാൻ. അപ്പൊ ഇവർക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവന്റെ ഫോണിന് അവിടെ റേഞ്ച് ഇല്ല. അതുകൊണ്ട് കൂട്ടുകാരിയുടെ ഫോണിൽ നിന്ന് ഇവന്റെ വാപ്പേനെയും ഉമ്മേനെയും പിന്നെ ആൾക്കാരെയും വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷെ ഫോൺ തിരിച്ചു കൊടുക്കുമ്പോ ആ ഫോണിലൊന്നും ഇവൻ വിളിച്ച നമ്പർ ഇല്ല. കൂട്ടുകാരി ലാസ്റ്റ് വിളിച്ച നമ്പറുള്ളൂ, കൂട്ടുകാരിയുടെ അമ്മേനെ. അതായത് ഇവൻ വിളിച്ച കോളുകളൊക്കെ ഇവൻ ഡിലീറ്റ് ചെയ്തോളൂ, നമ്പറുകളൊക്കെ കൂട്ടുകാരിയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. അപ്പൊ തന്നെ അറിയാലോ എന്തോ പ്ലാൻ ചെയ്യുമായിരുന്നു ഇവര്. അതൊക്കെ കൂട്ടുകാരി പറയുമ്പോൾ അവൾക്ക് അന്നേരം മുതലേ ഒരു സംശയം തോന്നിയിട്ടാണ് എന്റെ അടുത്ത് അവളുടെ മരണശേഷം ഇങ്ങനെ വന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഇവള് അവിടുന്ന് ആലുവയിൽ രജിസ്റ്റർ ചെയ്യാന്നും പറഞ്ഞ് ഇവൻ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, മതം മാറണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൂട്ടിയിട്ട് വരും. അവനും അവന്റെ വാപ്പയും ഉമ്മയും പിന്നെ കൂട്ടുകാരും പിന്നെ അവന്റെ ഫാമിലി ആൾക്കാരും. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു എന്നൊക്കെ. പക്ഷെ പോലീസ് അതിലേക്ക് അന്വേഷണം കൊണ്ടുപോയതായി തോന്നുന്നുണ്ടോ? അതിലേക്ക് അന്വേഷണം, അതാണ് പറഞ്ഞത്, നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നമ്മുടെ അടുത്ത് വന്നും മൊഴി എടുത്തു പോയി. പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല. ഒന്നിലും നമ്മൾ അപ്ഡേറ്റഡ് അല്ല. ബേസിൽ അതിനകത്ത് ഈ പ്രതിയായ റമീസിന്റെ ഇപ്പോൾ റിമാൻഡിലാണല്ലോ, മാതാപിതാക്കൾക്കെതിരെ മാത്രമേ നിങ്ങൾ മൊഴി കൊടുത്തിട്ടുള്ളൂ അതോ മറ്റുള്ള ഇതിന് കൂട്ടുനിന്ന മറ്റാൾക്കാരൊക്കെ ഉണ്ടോ ഇതിൽ? ഇതിലിപ്പോ അവള് സൂയിസൈഡ് ലെറ്ററിൽ അവളെ എഴുതിയേക്കണേ തന്നെ മാതാപിതാക്കൾ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് ഇതിന് മതം മാറാൻ വേണ്ടി ഇതായിക്കൊണ്ടിരുന്നത്. പിന്നെ അവരുടെ ഒരു കൂട്ടുകാരൻ. ഇത് കൂടാതെ അവിടെ ആൾക്കാർ കുറെ പേരുണ്ടായിരുന്നു. ഇവള് മറ്റേ കൂട്ടുകാരിനെ വിളിച്ച് ഇവള് റൂമിൽ പൂട്ടിയിട്ട് വിളിച്ചു പറഞ്ഞ അവിടെ മാതാപിതാക്കളുടെ സ്വന്തക്കാരും കൂടെ ഉണ്ടായിരുന്നു, ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നു എന്ന് ഇവള് പറഞ്ഞ കൂട്ടുകാരുടെ. ഇതിപ്പോൾ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മതം മാറ്റം അത് മാത്രമാണെന്നുള്ള സംശയമാണോ അതോ അതിനും അപ്പുറത്തായിട്ട് ഇപ്പോൾ അവിടെ വരുന്ന BJP നേതാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് ലവ് ജിഹാദ് ആയിരുന്നു എന്നൊക്കെ. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടോ? ഇത് നമുക്ക് സംശയമുണ്ട്, പക്ഷെ ഇത് കണ്ടുപിടിക്കേണ്ടത് നമ്മളല്ലോ. ഇത് നമുക്കറിയില്ല ഇതിന്റെ എങ്ങനെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ സമ്മതിച്ചായിരുന്നു, മതം മാറാനും സമ്മതിച്ചായിരുന്നു, കല്യാണത്തിന് സമ്മതിച്ചായിരുന്നു. അപ്പൊ ഇവള് മതം മാറില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നീട് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ മതം മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ പൂട്ടിയിട്ട്. അപ്പൊ ഇവർക്ക് ഏറ്റവും വലുത് സ്നേഹമാണോ അതോ മതമാണോ? കാരണം കല്യാണത്തിന് ഞങ്ങൾ ഓക്കെ പറഞ്ഞതാണല്ലോ, മതം മാറിക്കോളാനും പറഞ്ഞ. അപ്പൊ ഇവർക്ക് കല്യാണത്തിന്റെ സമയമാകുമ്പോഴേക്കും കല്യാണം കഴിച്ചാൽ പോരായിരുന്നു. അപ്പൊ ഇവർക്ക് മതം മാറാൻ പറ്റില്ലാത്തതുകൊണ്ടല്ലേ ഇവര് പൂട്ടിയിട്ട്, മതം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ ആരെങ്കിലും ഇടപെട്ടതായിട്ടോ അങ്ങനെ ഇപ്പോൾ ഈ കൂട്ടുകാരനല്ലാതെ വേറെ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ടവർ ഇടപെട്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയം ബേസിലുണ്ടോ ഇപ്പോൾ? അതാണ് നമുക്ക് അങ്ങനെ സംശയങ്ങൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മളിപ്പോ സംശയം പ്രകടിപ്പിച്ചാലും അത് കണ്ടുപിടിക്കണ്ട. നമ്മള് ഈ വീട്ടിലിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് പള്ളിയിൽ പോകണം, കാര്യങ്ങളുണ്ട്, ഇതിന്റെ ഇടയിൽ എനിക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അന്വേഷണം ശരിക്കും പറഞ്ഞാൽ ബേസിൽ ഇപ്പോൾ പറയുന്നതനുസരിച്ച് അത്ര ശരിയായ രീതിയിലല്ല നടക്കുന്നത് അല്ലേ? അല്ല, അത് നമുക്കറിയില്ല. അതായത് നമുക്കിതിന്റെ അന്വേഷണത്തിന്റെ ഒരു അപ്ഡേഷൻ ഇല്ല. നമുക്കറിയില്ല എങ്ങനെയാന്ന് എന്തായി എന്നൊന്നും അറിയില്ല. അവരുടെ മാതാപിതാക്കളെ പിടിച്ച് ചോദ്യം ചെയ്തതൊന്നും എനിക്കറിയില്ല. നമ്മളങ്ങനെ വീട്ടിലത്തെ അവസ്ഥ അത്രയും ഒരു ദയനീയമായതുകൊണ്ട് നമ്മൾ വീട്ടിലാണ് അമ്മയുടെ. ഷോൺ, പക്ഷേ ഇതിനകത്ത് ഒന്ന് ടെലിഫോണിലേക്ക് തുടരുക. ഷോൺ, ഇതിൽ മാതാപിതാക്കൾ ഇതുവരെ അറസ്റ്റിലായിട്ടില്ലല്ലോ അല്ലേ ഷോൺ? മാതാപിതാക്കൾ അറസ്റ്റിലായിട്ടില്ലെന്ന് മാത്രമല്ല, ആദ്യത്തെ 2 ദിവസം ഈ കുട്ടിയുടെ ഇത് നടക്കുന്ന സമയത്തും റമീസ് അറസ്റ്റഡ് ആകുന്ന സമയത്തൊക്കെ ഈ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. ഈ കുട്ടിയുടെ മൊഴിയെടുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ വീട്ടിലുണ്ട്. അതിനുശേഷമാണ് അവർ മാറിയിരിക്കുന്നത്. അവര് മാറി ഇപ്പൊ പറഞ്ഞില്ലേ അവിടെ ബന്ധുക്കളായി കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ പ്രതികള് ആയിട്ടുള്ള SDPയുടെ പ്രവർത്തകർ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരാണ്. ഞാൻ ചുമ്മാ പറയുന്നല്ല, അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് പറയുന്നത് ഈ ആ കുടുംബമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആ വീട്ടിൽ നിരവധി ആളുകൾ ഒരുമിച്ച് കൂടി ഒരു പെൺകുട്ടിയെ പൂട്ടിയിട്ടിട്ട് ഇവിടെ നിന്ന് ഇനി പൊന്നാനിക്ക് പോകാനാണെങ്കിൽ മാത്രമേ തുറന്നു വിടൂ എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ എന്താ പറയുക? അതിനിപ്പോ ഈ അസ്കർ സാറൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ലവ് ജിഹാദ് എന്ന് ഞങ്ങൾ പറയുന്നത് വിട്ടു, അല്ലെങ്കിൽ ജനം പറയുന്നത് വിട്ടു, ആ പേരൊക്കെ നിങ്ങൾ വിട്ടേരെ.
അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നെങ്കിൽ ജിഹാദ് എന്നുള്ള പേരാണ് പ്രശ്നങ്ങൾ നിങ്ങൾ ആ പേരൊക്കെ വിട്ടുതരാം. പക്ഷെ ഇവിടെ ഒരു നിയമനിർമ്മാണം വേണമെന്നുള്ള പൊതുസമൂഹത്തിന്റെ ആവശ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ എല്ലാവർക്കും ആവശ്യമായി വന്നിട്ടുള്ള കാര്യം, ഇവിടെ ഇത്തരത്തിൽ ഒരു പെൺകുട്ടി നിർബന്ധിത മതപരിവർത്തന പേരിൽ പീഡിപ്പിക്കപ്പെട്ട് അതിന്റെ പേരിൽ മനം തോന്ന് ആത്മഹത്യ ചെയ്തത് നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ഇതിനെ സംബന്ധിച്ചൊന്ന് പ്രതികരിക്കുവാൻ ഇവിടെ ഇവിടെ കെന്നഡി സാർ സൂചിപ്പിച്ചല്ലോ, ഇവിടെ നോർത്ത് ഇന്ത്യയിലെ 2 കന്യാസ്ത്രീമാർ അറസ്റ്റഡായി. ആ വിഷയത്തിൽ കൃത്യമായി ഞങ്ങൾ അതിൽ ഇടപെടുകയും ഞങ്ങളവിടെ പോവുകയും ചെയ്തു. പക്ഷെ ഇവിടെ നിന്ന് MP-മാർ അടുത്തടുത്ത ഫ്ലൈറ്റിൽ കയറി അവിടെ വരികയല്ലേ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു, എന്തൊക്കെ പൂജകളായിരുന്നു. പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ BNS-ൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രൊവിഷൻ അനുവദിക്കണം, പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതാവോ? ഞങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ കേരള നിയമസഭയിൽ ഇത് സംബന്ധിച്ച് നിയമം കൊണ്ടുവരാൻ നിങ്ങൾ നിയമം പാസ്സാക്കി, ഞങ്ങൾ കൂടെ നിൽക്കാം, നിങ്ങളെ പിന്തുണയ്ക്കാം. ഇപ്പൊ ഇവിടെ മതമൗലിക ശക്തികളെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ ചില കക്ഷികളുമായി കൂട്ടിച്ചേരേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് അസ്കർ സാറോട് പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 1999-2000 കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ പറയുന്ന നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തൊരു നിലപാട് അതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. ഒരു വർഗീയ സംഘടനകളെയും കൂട്ടുന്ന നിലപാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് 2001 വരുമായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തെ പോലും വേണ്ടെന്ന് വെച്ചൊരു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിലുണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് PDP പോലെ ഒരു വർഗീയ സംഘടന എടുത്ത് തോളെ വെച്ചിരിക്കുന്നത്. ശരി ശരി രാഹുൽ ഈശ്വർ, ഇവിടെ ഹസ്ക പറഞ്ഞിരുന്നു ഇതിനെ രാഷ്ട്രീയമായി വളർത്തിക്കൊണ്ട് വരികയാണ് BJP ചെയ്യുന്നതെന്ന്. ആ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? CPM നിലപാട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ബാധിക്കുന്ന ഏതൊരു വിഷയത്തെയും, ഈ രാജ്യവിരുദ്ധമായ ഏതൊരു നിലപാടുകളെയും BJP രാഷ്ട്രീയപരമായി എതിർക്കുക തന്നെ ചെയ്യും. ശരി ശരി രാഹുൽ മറുപടി ഈ രാഷ്ട്രീയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നു എന്നാണ് CPM-ന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ നിലപാടുണ്ടാവും. ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ നീതി എന്താണോ അത് നമ്മൾ അതിനോടൊപ്പം നിൽക്കണം. അവർക്ക് NIA അന്വേഷണം കൊണ്ടാണ് സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ നമ്മൾ NIA അന്വേഷണത്തോടൊപ്പം. അവർക്ക് എന്ത് സ്റ്റെപ്പാണ് കാര്യം, സ്റ്റേറ്റ് ആണല്ലോ ഈ വിക്ടിമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കുട്ടി ഈ ഇരയെന്ന് ഒരു ലെഫ്റ്റ് ലിബറലും വിളിക്കുകയുമില്ല. അതാണ് ഒരു സത്യം. അതൊരു ഇരട്ടത്താപ്പാണെന്ന കാര്യത്തിൽ നമുക്ക് വേദനയോടെ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഈ ഒരു പെൺകുട്ടി മരിച്ചതിന് ശേഷം ഇടത് ഹാൻഡിലുകൾ എടുത്ത് നോക്കിയാലും കോൺഗ്രസ് ഇങ്ങനെ ഹാൻഡിലുകൾ ശക്തമായിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ സെൻറ്റർ ടു ലെഫ്റ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ മധ്യത്തിൽ നിന്ന് ഇടതേക്ക് നിൽക്കുന്ന ആരും വോക്കലായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി സെൻറ്റർ ടു റൈറ്റ് നിൽക്കുന്നവർ ഇത് ഹൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ ഇങ്ങനൊരു വിഷയം ഉണ്ടായില്ലേ, ഈ പെൺകുട്ടി ഇരയല്ലേ, ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ, ആ വിഷയം ഹൈലൈറ്റ് ചെയ്തില്ല എന്നുള്ളൊരു സത്യമല്ലേ. യഥാർത്ഥത്തിൽ സത്യസന്ധമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ കന്യാസ്ത്രീകളോടൊപ്പം ശക്തമായി നിൽക്കുകയും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ വിമർശിച്ച വ്യക്തിയാണ്. എന്നാൽ നേരെ തിരിച്ച് സോന എൽദോസിന്റെ കാര്യം വരുമ്പം സോന എൽദോസ് ഒരു ഇരയാണ്. സോന എൽദോസിന്റെ മരണമൊഴി, ആത്മഹത്യാക്കുറിപ്പ് എവിഡൻസ് വാല്യൂ ഉള്ള കാര്യമല്ലേ? അതിന് എവിഡൻസ് വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. ആ എവിഡൻസ് വാല്യൂ ഉള്ള കാര്യം ചെയ്യണം. 2, BJP-യുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഷോൺ പറഞ്ഞ രീതിയിലുള്ള സ്വരം ഉണ്ടെങ്കിൽ നല്ലതാണ്. രാജീവ് ചന്ദ്രശേഖർജിയുടെ സ്വരം നല്ലതാണ്. ഇത് ഇസ്ലാമോഫോബിയ വ്യാപിപ്പിക്കാൻ ഒരു നെറേറ്റീവ് ഉപയോഗിക്കുന്നതിന് പകരം ആൾക്കാരെ ഒരുമിച്ച് നിർത്തുന്ന രീതിയിൽ, ഇപ്പം ഞാൻ ഇന്റർലീജിയസ് മാരേജ് ആണ്, ഷോൺ ഇതേപോലെ ഇന്റർ കമ്മ്യൂണിറ്റി മാരേജ് ആണ്, ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളാരും നമ്മുടെ ഭാര്യമാരെ കൊല്ലാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ദ്രോഹിക്കാനോ ഒന്നും നോക്കിയില്ലല്ലോ. അപ്പൊ റമീസ് എന്ന ക്രിമിനൽ ഈ സാധനം നോക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പൊ ഈ വിഷയം ക്രിമിനൽ എന്നുള്ളത് ഒരു ആനുകൂല്യം നൽകുകയാണ് കേട്ടോ. കാരണം ഷോൺ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്രിമിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലവ് ജിഹാദിന് ഇയാളെ നിയോഗിക്കുകയല്ല എന്ന് എങ്ങനെ കാണാൻ കഴിയുമെന്നുള്ള ചോദ്യം കൂടി ഷോൺ ഉന്നയിക്കുന്നുണ്ട്. ക്രിമിനൽ എന്ന് ഞാൻ കണ്ടുപിടിച്ചതല്ല. ഇന്ത്യൻ എക്സ്പ്രസ് 7 നാർക്കോട്ടിക് കേസ് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അല്ലല്ല, അത് വെച്ചുകൊണ്ട് അത് തന്നെയാണ് ഷോണും പറഞ്ഞത്. ഈ പറയുന്ന സംഘടനകൾ ഇങ്ങനെ ഒരു ക്രിമിനലിനെ ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ചെയ്തുകൂടാ എന്ന്, ചെയ്തിട്ടുണ്ടാവുമെന്ന്. അവർക്ക് തീവ്ര സംഘടനയുമായി ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം വരുത്തി വരണം. അത് വെളിയിൽ വരണമെങ്കിൽ തീർച്ചയായും നമ്മൾ ശക്തമായി അപലപിക്കണം. ഈ കാര്യത്തിൽ ആർക്കും തർക്കം. എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗിനെ ആരും ഒരു ഫ്രഞ്ച് സംഘടനയായിട്ട് ആരും കൂട്ടുവന്നു. മുസ്ലിം ലീഗിനെ ഇതിന്റെ ഭാഗം ആരും പറയുന്നില്ല. പക്ഷേ SDPI പോലെയുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടന നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ വെളിയിൽ വരണം. ഇത്തരം കാര്യങ്ങൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഈ വിഷയത്തിൽ വേണം. സർവോപരി ഒറ്റ കാര്യത്തിൽ ഞാൻ തിരിച്ചു ചോദിക്കാം, ഇത് മറ്റൊരു സമുദായത്തിലെ കുട്ടിക്കോ വേറെ ഏതെങ്കിലും രീതിയിലോ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം നിലപാടെടുക്കില്ലായിരുന്നു.
ഇതിന്റെ പ്രശ്നം ഈ വിഷയത്തെ സൈലൻസ് കൊണ്ട് ഒതുക്കി തീർക്കാം, ബ്രഷ് അണ്ടർ ദി കാർപ്പറ്റ് എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു സമീപനം ശരിയല്ല. അത് ക്രിസ്ത്യൻ കുട്ടി മരിച്ചാലും ഹിന്ദു കുട്ടി മരിച്ചാലും. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാതെ തരവില്ല. ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളിലടക്കം ഒരു അരക്ഷിത ബോധം പല വിഷയങ്ങളിലും ഉണ്ട്. നമ്മളത് കാണാതിരുന്നിട്ട് കാര്യമില്ല. ഇത് കണ്ട് അഡ്രസ് ചെയ്താലേ ഇസ്ലാമോഫോബി ഇല്ലാതാകൂ. അതായത് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളടക്കം നമ്മുടെ ജനസംഖ്യ കുറയുന്നത് കൊണ്ട്, നമ്മുടെ വീടുകൾ ഒഴിയുന്നത് കൊണ്ട്, ഇതേപോലുള്ള കൺവേർഷൻ നടക്കുന്നതുകൊണ്ട് ഒരുപാട് ആശങ്കകളുണ്ട്. ഇതിനെ ഓണസ്റ്റ്ലി അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയണം, സത്യസന്ധമായി അഡ്രസ് ചെയ്യാൻ കഴിയണം. അത് ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ ഒരു കപട മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടണ്ട എന്നൊരു നിലപാടെടുക്കരുത്. പകരം മതസൗഹാർദ്ദത്തിൽ ബഹുസ്വരതയുടെ സ്വരത്തിൽ നമ്മൾ സംസാരിച്ച് ശരി, അതായത് ഇസ്ലാമോഫോബിയ പരത്താതെ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് ശ്രീ കെന്നഡി കരിമ്പുകാല. മഞ്ജുഷേ, നമ്മൾ ഇത്തരം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ മരിക്കുമ്പോഴും സൂയിസൈഡ് ചെയ്യുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും മാത്രം നമ്മളിപ്പോൾ ചർച്ച നടത്തും. നാളെ ഇതിനേക്കാൾ വലിയ വിഷയം വരും, നമ്മളങ്ങ് പോവും. ഇവിടെ ആ പെൺകുട്ടിയുടെ ബ്രദർ പറഞ്ഞ, ആ ആങ്ങളെ ചെറുക്കൻ പറഞ്ഞത്, അവൻ ഫോൺ ചെയ്തിട്ട് ആ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന അതൊക്കെ സത്യമാണെങ്കിൽ, ഹമുറാമിയുടെ നിയമം നടപ്പാക്കിയില്ലെങ്കിലും ഈ ഒരു നരേറ്റീവ് ശരിയാണെങ്കിൽ, യു പിയിലെ യോഗി ആദിത്യനാഥിൻ്റെ യു പിയിൽ നടക്കുന്ന ആ മാതിരിയുള്ള നടപടികൾ തീർത്തുകളാണ് ഇവനെയൊക്കെ. ഇവനെ ഒരു ട്രയൽ പോലും അവന് ആവശ്യമില്ല. അവനെ ഒരു മനുഷ്യൻ്റേതായിട്ടുള്ള ഒരു പരിഗണനയും ഒരു മനുഷ്യാവകാശം അവന് കൊടുക്കേണ്ട കാര്യമില്ല. അവനെ അവിടെ തീർത്ത് കളയുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളവനെ ഒന്നും ജീവിക്കാനാണ് അവന് കൊടുക്കരുത്. ഞാൻ ശ്രീ ഹസ്കറിനോട് ചോദിക്കട്ടെ, ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെല്ലാം ചർച്ച ചെയ്തല്ലോ, നിയമമില്ല എന്നതാണ് പ്രശ്നം. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. കൂടുതൽ MLA മാർ നിങ്ങൾക്കുണ്ട്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങളുടെ MLA മാരിൽ ഏതെങ്കിലും ഒരാൾക്ക് നട്ടല്ലുണ്ടോ ഈ സമുദായത്തിനെതിരെ സംസാരിക്കാനും ഈ വിഷയം ഏറ്റെടുത്ത് നിയമസഭയിൽ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ തെമ്മാടിത്തരത്തിനെതിരെ സംസാരിക്കാൻ ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിൽ നിന്നൊരു MLA തയ്യാറാകുമോ? ഈ സമുദായത്തിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നട്ടെല്ലാർക്കെങ്കിലും ഉണ്ടാകുമോ? അതോ ഈ കേരള നിയമസഭയിൽ ഒരു BJPയുടെ MLA ഇനി ഉണ്ടാകേണ്ടി വരുമോ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ? ജനം കാണുന്നുണ്ട്, ജനം മനസ്സിലാക്കുന്നുണ്ട്. ജനത്തിന്റെ വിഷയം അവതരിപ്പിക്കാതെ ഒളിച്ചുകളി തുടർന്നാൽ ജനം ഇനി പ്രതികരിക്കാതിരിക്കില്ല. അത് ജനം പ്രതികരിക്കുന്ന ഏത് വിധത്തിലാ? അവരുടെ അവകാശം വെച്ചാ അവർക്ക് ആ തീരുമാനം എടുക്കേണ്ടി വരും. ഇങ്ങനെ പോയാൽ നിങ്ങൾ ഒളിച്ചു കളിക്കരുത്. ഇതേ കാര്യം തന്നെ ഛത്തീസ്ഗഡിൽ പക്ഷേ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് ഈ നിർബന്ധിത മതപരിവർത്തന നിയമമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു നിലപാടും കേരളത്തിൽ വരുമ്പോൾ നിർബന്ധിത മതപരിവർത്തനം തടയുവാനുള്ള നിയമം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അതൊരു ഇരട്ടത്താപ്പിന്റെ രീതിയിലേക്ക് ആയി പോവുകയില്ലേ ശ്രീ ജോസൂട്ടി? ഒരു ഇരട്ടത്താപ്പും ഇല്ല. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമമല്ല അവരെ പ്രശ്നത്തിലാക്കിയത് അവിടെ നടത്തിയ ആൾക്കൂട്ട വിചാരണയിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ ആ ഒരു വകുപ്പിലേക്ക് ഉൾപ്പെടുത്തി പോലീസ് കേസെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അവിടെ വസ്തുതാന്വേഷണത്തിന് പോലീസ് തയ്യാറായില്ല എന്നൊരു വസ്തുതയാണ്. ഇവിടെ ശ്രീ മഞ്ജുഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും ആരാധകന്മാർ കേരളത്തിലുണ്ടെന്ന് ഇതിനോടകമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ആ വഹാബിസത്തിന് ഒരു ചെറിയ ശതമാനം ആളുകളെ ഉള്ളവർ, പക്ഷേ ഒരു ചെറിയ ശതമാനമാണെങ്കിലും അവരവരുടേതായ രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഭീതി വരുത്തത്തക്ക രീതിയിൽ, മറ്റു മതങ്ങളുടെ ഇടയിൽ ആശങ്ക ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇവിടെ ഗവൺമെന്റിനുണ്ട്. ഇതിന് വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. നിഷ്പക്ഷമായ രീതിയിലാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. ആ നിഷ്പക്ഷമായ രീതിയിലുള്ള അന്വേഷണം നടത്തണമെങ്കിൽ അതിന് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തന്നെ വേണം. കത്തോലിക്ക കോൺഗ്രസ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ്. അല്ലാതെ ഇതിനകത്ത് ഇസ്ലാമോഫോബിയയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരോപണങ്ങളോ അല്ല ഉള്ളത്. ഇതിനകത്ത് വളരെ ശക്തമായ രീതിയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ കൃത്യമായ വസ്തുതകൾ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. ശരി, ശ്രീ ഷോൺ ജോർജ്, ഈ വിഷയത്തിൽ BJP മാത്രമേ ഇപ്പോൾ ഇടപെടുന്നുള്ളൂ, മറ്റുള്ളവർ മൗനത്തിലാണ്. അത് ശരിയായ നിരീക്ഷണം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഇടപെടൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കേസാണോ ഇത്? അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? ഇതിനുള്ളൊരു പ്രശ്നം, ഇവര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള FIR-ലും ഇവർ ഇതുവരെ കേസ് അന്വേഷണം പോകുന്ന കേസ് എവിടെയും
ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് അവിടുത്തെ ഒരു ഇത്തരത്തിലുള്ള ബാഹ്യ ശക്തികളുടെയോ തീവ്രവാദ ശക്തികളുടെയോ സാന്നിധ്യത്തെ കുറിച്ച് പോലീസ് എവിടെയും പറയുന്നില്ല. അപ്പൊ ഈ വിഷയത്തിൽ അത്തരത്തിൽ പക്ഷെ അത് അങ്ങനെ അവിടെ കണ്ടെത്താൻ കഴിയാത്തത് ഒരു കൊണ്ടുമാവില്ലേ ശ്രീ പോലീസിന്റെ ഷോൺ? അങ്ങനെ ഒരു തീവ്രവാദ ശക്തികളുടെ അല്ല, ഒരു കൈ അക്കാര്യത്തിൽ ഇല്ല ആ എന്ന് ഒരു ഉണ്ടെന്ന് ഈ പോലീസിന് നിമിഷം വരെയും വ്യക്തമാക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയില്ലേ? അല്ല, ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ അന്വേഷണത്തിന്റെ ദിശയിൽ എവിടെയും ഈ നിമിഷം വരെയും അങ്ങനെ ഒരു കാര്യം അന്വേഷിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നിമിഷം അതിപ്പോ വരെയും ഞാൻ ആ ആദ്യം ഒരു നേരത്തെ ആസ്പെക്റ്റിലേക്കോ സഹോദരനോട് സംസാരിച്ചപ്പോൾ ആ ആംഗിളിലേക്കോ ബേസിലും പറയുന്നത് അങ്ങനെ ഒരു സംശയത്തിലേക്ക് അല്ല, അവർക്ക് അങ്ങനെ പറയാനായിട്ട് മരണമൊഴി അവർക്ക് ഉണ്ടല്ലോ. തെളിവുകളില്ല എന്നാണ്. അല്ല, മരണമൊഴി ആ പെൺകുട്ടിയുടെ മരണമൊഴിയുടെ ആത്മഹത്യാക്കുറിപ്പുണ്ടല്ലോ, അത് ആ പോരെ തെളിവ്? ആത്മഹത്യാക്കുറിപ്പല്ലേ? ആംഗിളിലേക്ക് ആത്മഹത്യാക്കുറിപ്പിലുണ്ടോ പോലീസ് അങ്ങനെ? കൊണ്ടുപോകുന്നില്ല. അത് പർപ്പസ്ഫുള്ളി അവർ ആ അന്വേഷണം കൊണ്ടുപോകുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു കാര്യം NIA സ്വയം ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും FIR-ലോ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലോ അത്തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടാകണം. അല്ലെങ്കിൽ പോലീസ് റെഫർ ചെയ്യണം. ഈ കാര്യത്തിൽ കൂടുതൽ NIA-യുടെ ആവശ്യമുണ്ട് സംബന്ധിച്ച്. പക്ഷേ ഈ കുടുംബം NIA-ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കേസ് NIA അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് NIA-ക്ക് ഈ കേസ് വിടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് BJP നോക്കിക്കാണുകയാണ്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി അനുകൂലമായ നിലപാട് എടുത്തില്ല എങ്കിൽ ബാക്കി എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ BJP നിലപാടെടുക്കും. അല്ല, നിങ്ങളുടെ ഇപ്പോൾ ഈ പാനായിക്കുളം ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമല്ലേ ഉള്ളൂ? പാനായിക്കുളത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു, അതുകൊണ്ട് ഈ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം, അതല്ലേ ഉള്ളൂ ഷോൺ ഇതുവരെ? അല്ല, ഒന്ന്, അവരുടെ കുടുംബത്തിന് ഇത്തരത്തിലുള്ള ആളുകളുമായി അടുത്ത ബന്ധമുണ്ട്. രണ്ട്, ഇവന്റെ എല്ലാ പ്രവർത്തികളും ഇപ്പൊ ഇവിടെ പെൺകുട്ടിയുടെ സഹോദരൻ സൂചിപ്പിച്ച പോലെ ഇവന്റെ ഇടപാടുകൾ മുഴുവൻ സംശയാസ്പദമായിരുന്നു. വീട്ടിലേക്കാണ് അവൻ ഫോൺ വിളിച്ചതെങ്കിൽ അവൻ ഒരു കാരണവശാലും ആ നമ്പർ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവന്റെ വാപ്പാടെ ഉമ്മയുടെ നമ്പർ ആ ഫോണിൽ കിടന്ന പ്രശ്നമില്ല. അപ്പൊ അവൻ വിളിച്ചതും ബന്ധപ്പെട്ടതും ഈ കുട്ടിയെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചതും വിവാഹം കഴിക്കാൻ വേണ്ടി അല്ലായിരുന്നു, മതം മാറ്റാൻ വേണ്ടിയായിരുന്നു. അപ്പൊ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണെങ്കിൽ അവന്റെ നമ്പർ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല, ആ പെൺകുട്ടിയെ അവിടെ എത്തിച്ചതിന് ശേഷം അവനോ അവന്റെ മാതാപിതാക്കളോ സംസാരിച്ചതിനപ്പുറത്തേക്ക് ആ വീട്ടിൽ മറ്റ് ചില ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ മൊഴിയിൽ കൃത്യമാണ്. അപ്പൊ ആ മറ്റുള്ളവർ ആരാണ്? അവരെന്തിനവിടെ എത്തി? അവരെന്തിന് ഈ കുട്ടിയെ സമ്മർദ്ദം ചെലുത്തി? ഈ കുട്ടിയെ മർദ്ദിക്കുമ്പോൾ അവർ ആ വീട്ടിലുണ്ടായിരുന്നു? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസിന് അന്വേഷണമേ പോയിട്ടില്ല. പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന, ആ മാതാപിതാക്കളെ പോലും അന്വേഷിക്കുന്നത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ ഭാഗം മാത്രമാണ്. അല്ലാതെ മതം മാറ്റാൻ വേണ്ടി ആ കൊച്ചിനെ നിർബന്ധിച്ചു, അതിനെ പീഡിപ്പിച്ചു, മാനസികമായി അതിനെ പീഡിപ്പിച്ചു, അതിനെ പൂട്ടിയിട്ടു, ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസിന് അന്വേഷണം പോകുന്നില്ല. അവിടെയാണ് ഈ കേസിന്റെ പ്രസക്തി ഇരിക്കുന്നത്. ഇവിടെ മനഃപൂർവമായി കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഞാൻ എടുത്തു പറയട്ടെ, ഞാൻ ഒരു പേരുടെ ഭൂരിപക്ഷം മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ രണ്ട് മുന്നണികളും ഈ വിഷയം എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കാം എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുന്നു. ഏതിന് ഞാൻ ഒരു ഇതായിട്ട് പറയുന്നല്ല, തൃശ്ശൂരെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളുണ്ടായ സംഘർഷങ്ങള്, പ്രശ്നങ്ങള്, ആ ദിവസം വൈകുന്നേരം സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലും അന്ന് വൈകുന്നേരം ഈ വിഷയം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അന്ന് നല്ലൊരു ശതമാനം മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഉച്ചയ്ക്ക് ഞങ്ങളെ വിളിച്ചതാണ്. വൈകുന്നേരം ഇതാണ് ചർച്ചയെന്ന് പറഞ്ഞതാണ്. അന്ന് വൈകുന്നേരത്തേനെ ഈ വിഷയം മുഴുവൻ അടിച്ച് നശിപ്പിച്ചു കളയാൻ വേണ്ടി, ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി വളരെ പ്ലാൻഡ് ആയിട്ടൊരു ഓപ്പറേഷനാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ വിഷയത്തിൽ ഇതര ബാഹ്യ ശക്തികളുടെ ഇടപെടൽ വളരെ ഗൗരവത്തോടു കൂടി കാണാതിരിക്കാൻ കഴിയില്ല. ശരി, രാഹുൽ ഈശ്വർ മുമ്പ് നാർക്കോട്ടിക്സ് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിന് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, അന്ന് എനിക്ക് തോന്നുന്നു ചർച്ചയിൽ താങ്കളും അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകണോ എന്നൊക്കെ സംശയം ഉന്നയിച്ചിരുന്നയാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴും അതേ നിലപാട് തന്നെയായിരിക്കും ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇതേ ആളുകൾക്കുണ്ടാവുക. ജോഷി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കേണ്ട, നാർക്കോട്ടിക് ടെററിസം എന്ന് വിളിച്ചോ. ജിഹാദ് എന്ന് പറഞ്ഞാൽ ക്രൂസൈഡ് പോലെ, ധർമ്മയുദ്ധം പോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പദമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ജഹദ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ഹോളി എഫർട്ടാണ്. നമ്മുടെ മോദിജിയുടെ അടുത്ത സുഹൃത്തായ MJ അക്ബർ ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യയുടെ നിലപാടിന് വേണ്ടി ലോകത്തിൽ ഇന്ത്യക്ക് ശശി തരൂരിനോടൊപ്പം പോയ MJ അക്ബർ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ലോകത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണെന്നാണ്. ആലോചിച്ച് നോക്കണം. മോദിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മുടെ മന്ത്രിയായിരുന്നു,
മോദി മിനിസ്ട്രിയിലെ. അദ്ദേഹം പറയുന്നത് ലോക ചരിത്രത്തിലെ ആദ്യ അമുസ്ലിം ജിഹാദി മഹാത്മാഗാന്ധിയാണ്. അപ്പം ജിഹാദും ക്രൂസൈഡും ധർമ്മയുദ്ധവും നമുക്ക് തുടണ്ട, പകരം ഇത്തരം വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്തത്. ഗാന്ധിജിയുടെ മോനെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്, പിന്നാണോ ഈ പാവപ്പെട്ട പിള്ളേരെ? ഇനി രണ്ടാമത്തെ ഒരു വിഷയം, ഈ വിഷയത്തിൽ മുഖ്യധാര മുസ്ലിം സംഘടനകൾ നിലപാട് പറയണം. ഞാൻ മുസ്ലിം സമൂഹത്തിനോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്, ഇസ്ലാമോഫോബിയക്കെതിരെ ശക്തമായി പോരാടുന്ന വ്യക്തിയാണ്. പക്ഷേ മുസ്ലിം ലീഗ് അടക്കമുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം സമുദായ സംഘടനകൾ, അവിടുത്തെ മൗലവിമാർ ഇതിനെ തെള്ളിപ്പറയണം. അവർക്കെല്ലാം വ്യക്തിപരമായി ഇതിനെ തെള്ളിപ്പറയുകയും മനുഷ്യത്വം ഇല്ലാത്ത കാര്യമെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. പക്ഷേ രാഹുലെ അങ്ങനെ ആരും പറയുന്നില്ല, പറയുന്നവരെ ഒറ്റപ്പെടുത്തും. അങ്ങനെ പറയാൻ ഒരു പൊതുസമൂഹം, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സമൂഹം അതിനുവേണ്ടി രംഗത്തെത്തിയില്ലെങ്കിൽ എല്ലാ കാലത്തും അല്ല, വ്യവസ്ഥാപിത മുസ്ലിം സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തോട് ഒരു വരി പറഞ്ഞു നിറവേറ്റണം. ഈ ഒരു വരി പറഞ്ഞു. ഇപ്പം ഷോൺ പറഞ്ഞ കാര്യം മുസ്ലിം സമൂഹം കേൾക്കണം. അത് എനിക്ക് ഷോണിനെ വ്യക്തിപരമായ ബന്ധവും പരിചയമുള്ളതുകൊണ്ട് പറയുന്നതല്ല. മുസ്ലിം സമൂഹം അത് ആക്റ്റീവായി തെള്ളി പറയുന്നു എന്ന് കണ്ടാൽ ഞങ്ങൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മനസ്സിൽ കണ്ടോ മുഖ്യധാര മുസ്ലിങ്ങളെ തെള്ളി പറയുന്നു. അവരിൽ 100-ലോ 10,000-ങ്ങളിലോ കോടിയിലോ ഒറ്റപ്പെട്ട സംഭവമായിരിക്കും എന്ന തോന്നലുണ്ടാകും. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അവർ തെള്ളി പറഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പകരം പല മുസ്ലിങ്ങളും വ്യക്തിപരമായി പറയുന്നത് എന്താ അറിയാമോ, ഞങ്ങൾ എന്തിനാ തെള്ളി പറയുന്നത്, അതൊക്കെ ഓബ്വിയസ്ലി മോശമല്ലേ എന്നുള്ളതാണ്. അങ്ങനെ അവർ ചിന്തിക്കുന്നത് തെറ്റ് പറയുകയല്ല. പക്ഷേ നിങ്ങൾ ആർജവത്തോടു കൂടി ഞങ്ങൾക്കിത് വേദന ഉണ്ടായി, ആ മോളുടെ മരണം ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. ഇങ്ങനെയല്ലേ നമ്മൾ മതസൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത്? ആ ശക്തമായി അങ്ങനെ പലരും തെള്ളി പറയുന്നില്ല എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. അത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായിട്ടല്ല പറയുന്നത്, കുറെ കൂടെ ശരിയാക്കാം. നമ്മുടെ മുസ്ലിം സമുദായ സംഘടനകൾ, അവരെ പ്രതിനിധീകരിക്കുന്നവർ അതല്ല രാഹുൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഇത് ഗുരുതരമായി ഈ വിഷയത്തിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു കാലത്ത് പാണക്കാട് ശിഹാബ് തങ്ങളെയൊക്കെ ഏറെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കേരളത്തിന്റെ മതേതര മുഖമായി കണ്ടിരുന്ന പാണക്കാട് ശിഹാബ് തങ്ങളുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെ ഇന്ന് ഇത്തരം ആളുകൾക്ക് അടിമപ്പെട്ടിരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. എന്തുകൊണ്ട്? ഇവിടുത്തെ മുഖ്യധാര മുന്നണികൾ രണ്ടും ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് ഇതിനെതിരെ വർത്താനം പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ള സംശയത്തിലേക്ക് കേരളത്തിന്റെ മതേതര മുഖമുള്ള മുസ്ലിം രാഷ്ട്രീയ നേതൃത്വവും ഇന്ന് ഭയപ്പെട്ടിരിക്കുന്നു. ആരാണ് കാരണക്കാർ? ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അതാത് സമയങ്ങളിൽ ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത, ആ രാഷ്ട്രീയ പ്രവണത അവസാനിപ്പിക്കാതെ കേരളത്തിൽ രാഹുൽ പറഞ്ഞ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകളെ ഇതിലേക്ക് ഈ ചർച്ചയിൽ വരണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ പലരും ഇക്കാര്യത്തിൽ പ്രതികരിക്കുവാൻ തയ്യാറുമല്ല. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സോനയുടെ ആത്മഹത്യ ലവ് ജിഹാദോ? അതെ എന്ന് 78% പ്രേക്ഷകർ, അല്ല എന്ന് 17%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.